നിങ്ങൾ എത്ര പേരുണ്ട്? ആ ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാനാ. ഇതായിരുന്നാ മോളെ. ആ കൊള്ളാലോ. മയോണൈസ് ഇല്ലേ? ആ അമ്മ മയണീസ് റെഡി. ലക്ഷ്മി, ആ പീസ് നീ എനിക്ക്. ഇവളടുത്ത് പറഞ്ഞോ? മോളെ, ചെങ്ങോട്ടുകാവിലെ സ്ഥലം നിന്റെ പേരിൽ എഴുതിയിരിക്കുക. അവിടെ നീ നല്ലൊരു വീട് വെക്കണം. ഞാൻ നോക്കിയിട്ട് ഫ്ലാറ്റാ സൗകര്യം. നിങ്ങൾ രണ്ടുപേരുടെയെങ്കിലും അത്യാവശ്യം പൈസ ഇല്ലേ? സിറ്റിയിലൊരു ഫ്ലാറ്റ് വാങ്ങിക്കേ. അതാകുമ്പോൾ ആ ലൈഫും കൂടെ എൻജോയ് ചെയ്യാമല്ലോ. അതൊക്കെ നീ കല്യാണം കഴിഞ്ഞ് നീ നിന്റെ കെട്ടിയും കൂടെ അങ്ങ് വാങ്ങിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് വേണം കല്യാണം. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതെ, നമ്മൾ റിട്ടയർഡ് സർവേയുടെ എൻ്റെ പൊന്നച്ഛ, അച്ഛനെ പോലുള്ള ഉദ്യോഗസ്ഥരെയും പ്രൊഫഷണൽസിനെയും ഒന്നും എൻ്റെ തലയിൽ വെച്ച് കേട്ടാൽ നോക്കല്ലേ. എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കോന്തനായ മതി. അല്ല വിൻചേട്ടാ? ആ ബെസ്റ്റ്. വേലയെങ്കിലുമല്ലാത്ത ഇവനെയാണ് നീ സപ്പോർട്ടിന് വിളിക്കുന്നത്. എന്തായാലും നീ കെട്ടാൻ പോണ ഒരുത്തിന് ജോലി വേണം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവനൊരു ആലോചന പോലും വരാത്തത്. ഇനിയും വരുന്നവരത് എന്ത് പറയാൻ? നല്ല രീതിയിൽ ചിക്കൻ ചൂടെന്ന് പറയാനാ. ഉപദേശം ചോദിക്കാൻ പറ്റിയ ആള്. ഹലോ, ഇതെന്താ പലഹാരമൊക്കെ ആയിട്ട്? നാളെ സിസ്റ്റർ US പോകുന്നു. ഓ, സിസ്റ്റർ മാരേജ് ഒക്കെ ശരിയായോ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ എന്തേ? ഒന്നുമില്ല. നിങ്ങളുടെ സിസ്റ്ററൊക്കെ ഇട്ടുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ US പറക്കല്ലേ. പിന്നെ നിങ്ങളുടെ സ്വത്തിന്റെ പകുതി. എന്ത് സ്വത്താണ്? ഇന്നലെ തന്നെ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അച്ഛനോടും ഉമ്മയോടും പറഞ്ഞു, എൻ്റെ സ്വത്തെല്ലാം അവളുടെ പേരിൽ അങ്ങ് എഴുതി കൊടുക്കാൻ. ഇതിനൊന്നും ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശിഷ്ടകാലം അച്ഛനും അമ്മയും നോക്കി ഹാപ്പി ആയിട്ടിരിക്കണമെന്ന്. കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പെങ്ങളാന്ന് കരുതി എല്ലാത്തിനും അങ്ങനെ കൊടുക്കരുത്. എൻ്റെ അനുഭവം തന്നെ വെച്ച് പറയാ. അവകാശങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങണം. എന്തിനാ ഈ അവകാശമൊക്കെ? ഈ കുറച്ചു നാൾ മുമ്പേ ചെങ്ങോട്ടുകാവിൽ ഞാൻ കുറച്ച് സ്ഥലം എടുത്തു. ചെങ്ങോട്ടുകാവിലോ? അത് ഞാൻ അച്ഛൻ്റെ പേരല്ലേ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇന്നലെ എല്ലാവർക്കും കൂടെ ഒരേ നിർബന്ധം, അത് എൻ്റെ പേരിൽ തന്നെ തിരിച്ചെഴുതാൻ. ഞാൻ പറഞ്ഞു, പേരിലൊക്കെ എന്തിരിക്കുന്നു, പെങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. ശരിയെന്നാ ഞാൻ കൂടി ചെല്ലട്ടെ. എന്ത് നല്ല മനുഷ്യൻ. കിട്ടി കിട്ടിയാണോ? അതെല്ലാം വെയിറ്റ് നോക്കി വെച്ചോ. ഇതുപോലെ ആ മോളെ, ഇതിങ്ങനെ ചുറ്റി വെക്കാം. എന്നാ പിന്നെ ലീക്ക് ആവില്ല. വെച്ചോ വെച്ചോ. അതെ, എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവളെ പോലെ അമേരിക്കയിലെത്തിയനെ. അമേരിക്കയിലല്ലടാ, നിന്റെ ഈ പഠിത്തം വെച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും. ഡിഗ്രി എടുത്ത് എത്ര വർഷം കൊണ്ടാ? 1 2 അല്ല, 6 വർഷം. നീ ഒരു കാര്യം ചെയ്യ്, ഈ പെട്ടിയൊക്കെ എടുത്ത് കാറി കൊണ്ടുപോയി. നിന്നെ കൊണ്ട് അതേ പറ്റൂ. അമേരിക്കയിൽ പോകണം പോലും. മോളെ, അതൊക്കെ എടുത്ത് മറക്കാതെ ആത്തുപോയി. അച്ഛൻ ഇത് എന്താ അച്ഛാ? അവനൊരു തമാശ പറഞ്ഞല്ലേ. നിങ്ങൾ എന്തിനാ അതേ കയറി പിടിച്ചേ? നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ ഒരു പെരുമാറ്റം. ഓ, അമ്മ പറഞ്ഞ ശരിയല്ലേ? പാവം ചേട്ടൻ.